മാർക്കറ്റ് ട്രെൻഡിങ് ആയിരുന്നിട്ടും നിങ്ങൾക്ക് സ്വിംഗ് പൊസിഷൻസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ടൂള് ഹെൽപ്പ് ചെയ്യും. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അതിനായി ഒരു ടൂള് നോക്കാം, എന്നിട്ട് എങ്ങനെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായി ആദ്യം നമുക്ക് സ്കാനർ പെർഫോമൻസ് നോക്കാം. ഇതിൽ കാണിക്കുന്നത് ഈ സ്റ്റോക്ക് ഈ സ്കാനറിൽ വന്നത് മുതൽ എത്ര മൂവ് വന്നെന്നും ടാർഗറ്റ് ഹിറ്റ് ആയോ എന്നും അതുപോലെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയ സ്റ്റേജ് 2 ബ്രേക്ക്ഔട്ട് കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റോക്ക് ആണോ എന്നും ഇത് കാണിക്കും. നിങ്ങൾ കണ്ടത് സ്മാർട്ട് മണി ഫുട് പ്രിന്റ് ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് സ്കാനർ ആണ്. ഇതിൽ ഡെയിലി സ്റ്റോക്കുകൾ വരുന്നതോടൊപ്പം ഇതിന്റെ പെർഫോമൻസ് കൂടി ട്രാക്ക് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് വെറുതെ ഒരു സ്കാനറിൽ ഒരു സ്റ്റോക്ക് വരുന്നതിന് പകരം അത് എത്ര മൂവ് വന്നു എന്നുകൂടി നമുക്കറിയാൻ സാധിക്കുന്നു. അപ്പൊ ഞാനിത് കാണിക്കുന്നത് മാർക്കറ്റ് ട്രെൻഡിങ് ആയ സമയത്താണെങ്കിലും ഈ സ്കാനർ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലുള്ള സമയത്തും പെർഫോം ചെയ്യുമെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എങ്ങനെ സ്റ്റോക്ക് കണ്ടെത്താമെന്ന് മനസ്സിലാക്കി. ഇനി ഇത് ഏതൊക്കെ മെത്തേഡുകളിൽ അനലൈസ് ചെയ്യാമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഗൈഡ് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ പല രീതിയിൽ സ്വിംഗ് ചെയ്യാനും അതുപോലെ SMC Pro ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഇൻട്രാഡേ ചെയ്യുന്ന രീതിയും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ സ്വിംഗ് ചെയ്യണമെന്ന് മനസ്സിലാക്കുവാനായി പേജ് ഫോളോ ചെയ്തിട്ട് സ്വിംഗ് എന്ന് കമന്റ് ഇട്ടാൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം.